ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിലാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം, ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കുന്നത് നമുക്ക് ഇതേ കാണാൻ പറ്റും ഹനുമാനും ശിവലിംഗമൊക്കെ. ഈ ശിവലിംഗത്തിൽ 7 നിലകളാണുള്ളത്. ചിലവർ 5 നിലയെന്നും പറയുന്നുണ്ട്, 7 നിലയെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 7 നിലകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ പ്രതിഷ്ഠകളുമാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. 7 നിലകളിലായിട്ട് ഓരോ പ്രതിഷ്ഠകളുണ്ടെന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം, ഹനുമാനും ശിവലിംഗമൊക്കെ നമുക്ക് ഇവിടെ ഏത് കോണിൽ നിന്നാലും ഈ ഒരു ഹനുമാനെയും ശിവലിംഗത്തിനെയും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ശരിക്കും അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയുമാണ്. അതുകൂടി ഓട്ടോയും എല്ലാം തലങ്ങും വിലങ്ങും പോകുന്ന കാരണം നമുക്ക് വീഡിയോസ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഈ കാണുന്ന അമ്പലത്തിൽ ശിവപാർവതിമാരാണ് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമൊക്കെ കാണാം. ഞാനിപ്പോൾ പാർക്കിംഗ് ലോട്ടിലാണുള്ളത്. നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ളത്. ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിൽ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കടകളൊക്കെ കാണാം. ഇപ്പോൾ 1-2 കടകളൊന്നും തുറന്നിട്ടില്ല, അല്ലെങ്കിൽ കുറേ കടകളൊക്കെ നമുക്ക് ഇവിടെ തുറന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് വ്യക്തമായിട്ട് അകത്തെ കാര്യങ്ങളൊക്കെ കാണാം. അമ്പലത്തിലെ അകത്തേക്കൊക്കെ കാണാം. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അമ്പലത്തിൻ്റെ അകത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ അവിടെയൊക്കെ കാണാം. പക്ഷെ നമുക്ക് ശിവലിംഗത്തിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയാലെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് വശം. ഇവിടെയും ധാരാളം കടകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. എല്ലാ ടൈപ്പ് സാധനങ്ങൾ കിട്ടുന്നത്, കൂടുതലും ഈ മാലകളും മറ്റുമൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അതേപോലെ തന്നെ ചിത്രങ്ങളും എല്ലാം കിട്ടുന്ന കടകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിവിടെ ഒരു പന്തൽ നമുക്ക് ഇരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് പന്തലും മറ്റുമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നമുക്ക് നേരെ അമ്പലത്തിൻ്റെ വശത്തേക്ക് പോവാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദർശന സമയങ്ങളും മറ്റുമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ദർശന സമയം രാവിലെ 4:30 മുതൽ 12 മണി വരെയാണ് ഇവിടെ ദർശനം. ഈ പ്രധാന അമ്പലത്തിലെ ദർശനമാണ് പറയുന്നത്. പിന്നെ വൈകുന്നേരം 4:30 തൊട്ട് 8 മണി വരെയാണ് ഇവിടെ ദർശനമുള്ളത്. നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാം, അവിടെ ഒരു വലിയ നന്ദി വിഗ്രഹം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം, ഈ കയറുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് 2 ആനകളും അപ്പുറവും ഇപ്പുറമായിട്ട് കാണാം പറ്റും. ടൈമിങ് ദർശനത്തിൻ്റെ ടൈമിങ് തന്നെയാണ് അവിടെ എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, അത് നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടുത്തെ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ദർശിക്കുന്ന സമയം, അതിൻ്റെ ദർശനത്തിനുള്ള സമയമാണ്. അപ്പോൾ രാവിലെ 6:30 തൊട്ട് രാത്രി 8 മണി വരെ.
6 തൊട്ട് 8 മണി വരെയാണ് ഉള്ളത്. ഏകദേശം 14 മണിക്കൂറോളം സമയമുണ്ട് ഇവിടെ കാണും. നമുക്ക് നോക്കാം ഹനുമാനും പിന്നെ നമുക്ക് ആ ശിവലിംഗവും ഒക്കെ നമുക്ക് കാണാം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമുക്ക് ഈ ശിവലിംഗത്തിൽ കയറണമെങ്കിൽ പാസ് എടുക്കണം. ഒരു 200 രൂപയുടെ പാസ്സാണ് എടുക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. ഈ ശിവലിംഗത്തിനകത്ത് നമുക്ക് വൈകുണ്ഠം അതേപോലെ തന്നെ കൈലാസം ഈ 2 സംഭവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് ആ വലിയ ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക് പോവാം. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഈ ചെങ്കൽ മഹേശ്വര ടെമ്പിളിലുള്ളത്. ഈ ഹനുമാൻ്റെ രൂപങ്ങളൊക്കെ ഈ അടുത്താണ് വന്നത്. ഇതിനു മുമ്പ് ഈ ശിവലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ ഹനുമാൻ്റെ രൂപമൊക്കെ വന്നതെന്നാണ് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞത്. അധികമായിട്ടില്ല ഹനുമാൻ്റെ രൂപവും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മുകളിലേക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ ശിവലിംഗത്തിനകത്ത് കയറണമെങ്കിൽ പൈസ 200 രൂപ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഗാർഡനിലൊക്കെ നടക്കാനായിട്ട് പൈസയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ കാണുന്ന ഗാർഡനുകളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളങ്ങനെ ശിവലിംഗത്തിൻ്റെ താഴത്തെത്തിയിരിക്കുകയാണ്. ഈ താഴെ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ മുകളിലാണ് ഇപ്പോൾ സൂര്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു വ്യൂ കിട്ടുമോയെന്ന് അറിയില്ല. കാരണം നേരെ മുകളിലാണ് സൂര്യനുള്ളത്. നമുക്ക് ആ സൂര്യനൊന്ന് ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് നോക്കാം. സൂര്യൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നാലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് വീഡിയോയിൽ ഹനുമാൻ്റെ രൂപമൊക്കെ കുറച്ച് ബ്ലറായിട്ടാണ് തോന്നുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി വരുമ്പോൾ ശിവലിംഗത്തിൻ്റെ ഒരു രൂപം വരുന്നത്. അപ്പോൾ അതെ, നമുക്ക് ശിവലിംഗത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്താണ് നമുക്ക് പൂജാ സാധനങ്ങളും മറ്റുമൊക്കെ മേടിക്കാനായിട്ടുള്ള കൗണ്ടറുകളും മറ്റും ഉള്ളത്. നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് നമുക്ക് ശിവലിംഗത്തിൻ്റെ താഴ്ഭാഗവും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഒരു കവാടം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ആ ശിവലിംഗത്തിൻ്റെ ഇപ്പുറത്തെ വശത്താണ്. നമ്മൾ നേരത്തെ ആ വശത്ത് നിന്നായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. ഇവിടെ നിന്ന് മാറി നമുക്ക് കുറച്ച് ചെടികളും മറ്റുമൊക്കെയുള്ള മറ്റൊരു ഭാഗത്ത് വന്നു വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ശിവലിംഗത്തിൻ്റെ ഈ ഒരു വശത്തെ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് അമ്പലത്തിൽ ഈ ഭാഗത്ത് വന്നപ്പോൾ വേറൊരു ശിവലിംഗവും പിന്നെ ആ സർപ്പങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രതിഷ്ഠ നമുക്ക് ഇവിടെ കാണാം. ഇതൊന്ന് നാഗരാജാവും നാഗകന്യ ആ ഒരു സങ്കല്പത്തിലായിരിക്കും ഇവിടെ ഇതെല്ലാം ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ആ ഗാർഡനിലാണ് ഉള്ളത്. നമുക്ക് ഈ ഗാർഡനിൽ മൊത്തം തെച്ചിപ്പൂവാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. നോക്കാം. അങ്ങനെ നമുക്ക് ആ ശിവലിംഗം, നമുക്ക് ആ വലിയ ശിവലിംഗം നമുക്കിപ്പോൾ ശിവലിംഗത്തിൻ്റെ ഏകദേശം തൊട്ടടിയിലായിട്ട് അടിഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എൻ്റെ ചെങ്കലിൽ നിന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ. ഞാനങ്ങനെ വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനൊരു മൊബൈൽ ചാർജിങ് പോയിൻ്റ് കണ്ടത്. ഇവിടെ വരുന്നവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു
നല്ലൊരു കാര്യമാണ് ഇങ്ങനെ മൊബൈൽ ചാർജിങ് പോയിന്റ്. ഇപ്പം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ മൊബൈൽ ചാർജിങ് പോയിന്റ് ആകും. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു മൊബൈൽ ചാർജിങ് പോയിന്റ് ഇവിടെ കാണുന്നത്.